ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വ്ളോഗാണ് കേട്ടോ. ഇന്നലത്തെ കുറച്ച് ഭാഗങ്ങളും ഇന്നത്തെ കുറച്ച് ഭാഗങ്ങളും കൂടെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7:45 ആയപ്പോൾ വന്നത് ഉപ്പുമാവും ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഉച്ചയ്ക്കത്തേക്കിനുള്ളതും ഞാനെടുത്ത് പുറത്ത് വെച്ചു. ചായക്കുള്ള വെള്ളവും എല്ലാം ചെയ്തു. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പം ചാക്കോച്ചന് കൊടുത്തു. ചാക്കോച്ചൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഡാഡിയുടെ കൂടെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ബോൾസാക്കി വെച്ച് കൊടുക്കും, അവനത് കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞു. ഇനി മമ്മി വന്ന് കഴിച്ചാൽ മതി. അപ്പോൾ പാത്രമൊക്കെ കഴുകാൻ വെച്ചിട്ടുണ്ട്. വേഗം ഞാൻ പോയി തുണി വിരിക്കാനുള്ളത് വിരിച്ചിട്ട് കേട്ടോ. ചാക്കോച്ചൻ വലിയ പ്രശ്നമില്ലാണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഞാൻ വേഗം പോയി വിരിച്ചിട്ടിട്ട് വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മീൻ മാത്രം കഴുകിയിട്ട് ഒന്ന് വറക്കാൻ തേച്ച് വെച്ചു. പിന്നെ രാത്രിത്തേനുള്ള ചിക്കൻ കറി അടക്കം ഞാൻ വെച്ചു കേട്ടോ. ഒരു ഡോൺ ചേട്ടൻ വരാൻ സമയമായപ്പോഴത്തേനും ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് ഡോൺ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഡോൺ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, ആൾ വയ്യാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആളെ ഒന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളിതേ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരും ഡോൺ ചേട്ടനും കൂടിയാണ് പോണത്. പിള്ളേരെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ മമ്മിയുടെ വ്ളോഗിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ടീഷർട്ട് ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നു തൂക്കി വിൽപ്പന കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് 2 പേർക്കും. അപ്പോൾ ഇത് ചാക്കോച്ചനുണ്ട്. അപ്പം ഇത്രയും വീഡിയോസ് എനിക്ക് ആക്ച്വലി ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതായത് മെയ് 19th ഉള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇടണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ചാക്കോച്ചൻ്റെ ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിടാമെന്ന് വിചാരിച്ചു. ചാക്കോച്ചൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ റെഡിയായിട്ട് നിന്നാണ് കേട്ടോ അപ്പയുടെ കൂടെ പോകാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ്റെ ഒരു പോസ് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. അപ്പം ഉറക്കച്ചടവാണ് മെയിൻലി. അപ്പോൾ എൻ്റെ അപ്പയാന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അപ്പയുടെ തോളത്ത് ചാരും, എൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ എൻ്റെ തോളത്ത് വന്ന് ചാരും. അപ്പോൾ ആൾക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ വഴക്കാണ്. ഇനി നമ്മൾ പറഞ്ഞത് കേട്ടിട്ടാണോ എന്നറിയില്ല. ആൾക്കും ഭയങ്കര വാശിയായി തുടങ്ങി സ്കൂളിൽ പോവാനായിട്ട് കേട്ടോ. കോമഡിയാണിത്. അപ്പോൾ അത് തല കാണിക്കുകയാണ്, മൂക്ക് കാണിക്കുക, വായ കാണിക്കുക, ABCD പാടുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവനെ കൊണ്ട് ചേട്ടന്മാരുടെ എക്സ്ട്രീം ഓപ്പോസിറ്റാണ് കേട്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല ചെയ്യണത്. അപ്പോൾ അതേ അപ്പയുടെ തോളത്ത് കിടക്കുകയാണ് കേട്ടോ. എല്ലാവരെയും സോപ്പിട്ട് നടക്കുകയാണ് നിങ്ങളുടെ ചാക്കോച്ചൻ്റെ മെയിൻ പരിപാടി എന്നുള്ളത്. അപ്പം എല്ലാവരും അവന് വേണം കേട്ടോ, ഇന്ന ഒരാളെന്നില്ല, എല്ലാവരും അവൻ്റെ ഫേവറേറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് May 20th ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗായിരിക്കും കേട്ടോ. ഇന്ന് മെയിൻലി കാണാം. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചെങ്കിലും 7:30 ആയിട്ടോ എഴുന്നേൽക്കുമ്പോൾ. ഇനി വേഗം പോയി ദോശ ഉണ്ടാക്കണം. ചാക്കോച്ചൻ തൂമൂനെ വിടാനുള്ള കാര്യങ്ങൾ നോക്കണം. ചാക്കോച്ചനെ നമ്മൾ പാക്ക് ചെയ്ത് അക്കിയുടെ അങ്ങോട്ട് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോ ഇന്ന് അക്കിയുടെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് വേഗം ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ചുറ്റും തോമിനെ നമ്മൾ എക്സ്ട്രാ ടൈം സ്കൂളിൽ നിർത്താണ് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു 7:45 താഴേക്ക് വന്നപ്പോൾ ഞാൻ വേഗം ദോശ ഉണ്ടാക്കാനും ചാക്കോച്ചനും തോമൂനും ഞാൻ കുട്ടി ഇഡ്ഡലി വേവിക്കാൻ വെച്ചു കേട്ടോ. ഇളനാടിൻ്റെ മാവ് അടിപൊളിയാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ചട്നിക്കുള്ളതൊക്കെ ഞാൻ വഴിച്ചാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചാക്കോച്ചനെ ആക്കി തോമൂനെ ആക്കിയിട്ട് നേരെ ശോഭയിലേക്കാണ് പോയത്. 11 മണിയുടെ ഷോയാണ്. പക്ഷെ ഇപ്പോൾ ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ചുറ്റിയും വളഞ്ഞും ഒക്കെയാണ് നമ്മൾ പോണത്. അപ്പം ഞങ്ങൾ സാധാരണ മാലിന് തീ പിടിച്ച പോലെയാണ് പോവാറെങ്കിലും ഇന്നൊരു അരമണിക്കൂർ മുമ്പ് ഞങ്ങളവിടെ എത്തി. അപ്പോഴേ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി കാണാനാണ് പോയത്. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ലാസ്റ്റ് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയപ്പോഴാണ് അവിടെ ഒരു സോഫ്റ്റ് പ്ലേ പുതിയത് തുടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മൾ പലയിടത്തും പോയതിൻ്റെ പേരിൽ കുറച്ച് റേറ്റ് കുറച്ചധികം കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഇവിടെ പോയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കുറച്ചായി ഇവിടെ വന്നിട്ട് സിനിമ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 25 മിനിറ്റ്സോളം ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും 11 മണിയുടെ ഒരു ഷോ 11 മണിക്ക് തുടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. 11:10 ആകുമ്പോഴേ തുടങ്ങുകയുള്ളൂ. നല്ല തിരക്കായിരുന്നു കേട്ടോ ആ മൂവി കാണാനും. പൊതുവെ തിയേറ്ററിൽ നല്ല ക്രൗഡുള്ള ഒരു ദിവസമായിരുന്നു. ഈ പറഞ്ഞ വെക്കേഷൻ കഴിയാൻ പോലെ ഞാൻ കാത്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ ഒരു ടൈറ്റിൽ വീഡിയോ എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര
ഇഷ്ടമായ ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അറിയുന്നത് ദിലീപേട്ടൻ്റെ എത്രാമത്തെ ചിത്രമായിരുന്നു, 150ാമത്തെ ചിത്രമാണ് കേട്ടോ. നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വന്നു. എനിക്കിവിടെ വന്ന നമ്മുടെ ഹാജി അലിയിലെ സേഫ്പുരി നിർബന്ധമാണ്, അടിപൊളിയാണ് കേട്ടോ. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ മമ്മി വീഡിയോ എടുത്തിട്ടുണ്ട്, മമ്മി കാണിക്കും. ഇത് ഞങ്ങൾ ഡ്രസ്സ് മാറി വന്നതാണ്. ഇതെൻ്റെ ഓൾഡ് ഡ്രസ്സാണ്. ഇത് ഡോൺ ചാറിന് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുത്ത ജീൻസും ഷൂസും ഒക്കെയാണ്. ടീഷർട്ട് വേറെയാണ് കേട്ടോ, ഷർട്ട് ഇതിൻ്റെ കൂടെ മാച്ച് അല്ലായിരുന്നു. അപ്പം അത് ഇട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് നമ്മുടെ ഡിംപിൾ മാഡത്തിൻ്റെ വകയാണ് കേട്ടോ. ഡിംപിൾ മാഡം സർപ്രൈസായിട്ട് ഈവനിങ് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ആൾ വരുമെന്ന് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ആൻസറിന് പെട്ടെന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണ്ട, അങ്ങനെ എന്തോ അത്യാവശ്യം വന്നു എന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞിട്ടില്ല, പിള്ളേരുടെ മേളമൊക്കെ കാരണം. ഇത് നമ്മുടെ സെലിബ്രേഷനിൽ പറഞ്ഞിട്ട് ഡിംപിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സാൻഡി ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല യമ്മി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കേക്ക് ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട്. പിന്നെ കേക്കിന് കാവലിരിക്കുക എന്നുള്ളതൊരു മെയിൻ ജോലിയാണ് ഞങ്ങൾക്ക്. കാരണം 3 പേരും മോശമല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിൽ നിൽക്കുക പാച്ചുവാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിന് ഓൾറെഡി മമ്മിയുടെ നിന്ന് വഴക്കൊക്കെ കേട്ടിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാനിവിടെ വഴക്ക് പറഞ്ഞപ്പോൾ ആകെ ഷോക്കായി. പാച്ചുവിന് കേക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. ഏത് കേക്ക് കണ്ടാലും പോയി കൈയിടും. തോമു സെക്കൻഡ് പ്രൈസ് കൊടുക്കാൻ, തോമുവിന് തേർഡ് പ്രൈസ് ചാക്കോയ്ക്ക് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും. എന്ന് പറഞ്ഞാൽ 2 പിള്ളേർക്കും ഇല്ലാത്തൊരു പക്വത എൻ്റെ ഇളയ പുത്രനുണ്ട് കേട്ടോ. ബാക്കി മൂത്തത് രണ്ടും എൻ്റെ കണക്കാണ്. അപ്പോൾ ദേ ഡിംപിൾ ഒരു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വേറെ എന്ത് വന്നാലും എനിക്ക് വേണ്ട, എനിക്ക് സ്ട്രൈക്ക് കിട്ടിയ സാധനമാണ്, എനിക്കതില്ലേലും കുഴപ്പമില്ല, കേക്ക് മുറിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് ഒരു ക്യാൻഡിൽ വെച്ച് അതിൻ്റെ ഭംഗി പോകുമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനെയും മാറ്റി മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഡ്രസ് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി അനാർക്കലിയാണ്. നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരു കേക്ക് മുറിക്കാൻ പെടുന്ന പാടാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഡിംപിളാണ്. മമ്മി ഉണ്ടെങ്കിൽ മമ്മി, ഡിംപിളുണ്ടപ്പോൾ ഡിംപിളാണ് മെയിൻ ഫോട്ടോഗ്രാഫർ. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ 1 വർഷം ഫോട്ടോ എടുപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു തോമുൻ്റെ 6 മാസം വരെ. അത് കഴിഞ്ഞപ്പോൾ അവർ പോയല്ലോ ഹോസ്പിറ്റലൊക്കെ ആയിട്ട്. അതുവരെ ഞങ്ങൾ ഫോട്ടോ എടുപ്പാണ്. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുപ്പും ഇല്ല, ഒന്നും ഇല്ലാണ്ടായിട്ടോ. ഒരു 5 വർഷത്തിനിടയിൽ വന്നൊരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് മാറും, വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും. ഇപ്പം അതൊന്നുമില്ല. ആർക്കാണോ മെയിൻ അട്രാക്ഷൻ അവർ ഡ്രസ്സ് മാറി നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ പിള്ളേരുടേതായ വഴിക്ക് നല്ല വഴക്കും കാര്യങ്ങളൊക്കെയുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ കേക്ക് സെറ്റ് ചെയ്ത് ഒക്കത്തിനെ നിർത്തുകയാണ്. അപ്പം ഞാൻ പറയണ പാച്ചുവിന്, അപ്പം ഡിംപിൾ പറയാൻ വേണ്ട, ഞാൻ പറഞ്ഞില്ല, മുറിക്കുകയാണ് ഞങ്ങൾ 3 പേര് ഒരുമിച്ച്, അല്ല 5 പേര് ഒരുമിച്ച് മുറിക്കുകയുള്ളൂ. ഫാമിലി ഫോട്ടോ ഞാൻ പറഞ്ഞു വേണ്ട, അവനൊരു വിഷമം വേണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് കേക്ക് മുറിക്കുകയാണല്ലോ, എൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ നിർത്തും. എനിക്കത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അപ്പനും അമ്മയും 3 മക്കളും കൂടെ ചേർന്ന് ആ കേക്ക് ഐശ്വര്യമായിട്ട് മുറിച്ചു. ചാക്കോച്ചനെല്ലാം ഹാപ്പി ബർത്ത്ഡേ ആണ്, വേറൊന്നുമില്ല. എല്ലാം ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് അവനും അത് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഫുഡ്, ഡിംപിൾ വരുമെന്ന് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിംപിളിന് ട്രീറ്റ് കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ രാത്രിത്തേനും പ്ലാൻഡ് ആയിരുന്നു. പിന്നെ ആ പ്ലാൻ മാറ്റി ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാതെ. ഇപ്പോൾ പോപ്പീസിൽ 50% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അൽഫാം, നല്ല അടിപൊളി പെരി അൽഫാം വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര യമ്മിയായിരുന്നു, ടേസ്റ്റി ആയിരുന്നു, സ്പൈസി ആയിരുന്നു. ഞങ്ങളെപ്പോഴും ഞാനും ഡിംപിൾ വാങ്ങിക്കുമ്പോൾ മോർ സ്പൈസി ആക്കാൻ പറയും. അപ്പോൾ ആ മോർ സ്പൈസിയിൽ നല്ല വറ്റൽ മുളകിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് തേച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഡാഡിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊടുത്തു. മധുരമല്ലേ വെറുതെ. ഞങ്ങൾ എന്ത് ചെയ്യും, ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞു നമുക്ക് കേക്ക് ലാസ്റ്റ് കട്ട് ചെയ്യുക. ഫുഡൊക്കെ കഴിഞ്ഞാൽ ഒരു 8:30 ആയപ്പോൾ 8:15 കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. 8:30 ആയപ്പോൾ ഞങ്ങൾ കഴിക്കാൻ ഒരു 9:15 വരെ ഞങ്ങളിരുന്ന് കഴിച്ചുകൊണ്ടും വർത്താനം പറഞ്ഞുകൊണ്ടും ഇരുന്നു. അങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. കേക്ക് വന്നാലുള്ള പ്രശ്നം, ഈ പിള്ളേർ മൊത്തം ദേഹത്താക്കും. അത് കേക്ക് കണ്ടാൽ ഒബ്വിയസ്ലി എല്ലാവരും കഴിക്കും. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒട്ടും പറയേണ്ട, അത് തീരണ വരെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫുഡൊരു ചോദ്യചിഹ്നമാവും. അപ്പം ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ ഡിംപിളിന് മടിയാണ്. ഡിംപിൾ പറയാം ഞാൻ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് നമ്മുടെ സ്റ്റാൻഡി ചേട്ടൻ്റെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ലെയറിലും ചോക്കോ ചിപ്പും ഒക്കെ ഇട്ടിട്ട് നട്ട്സും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് തരും. അപ്പം കുറേ നാളുകൂടി സ്റ്റാൻലി ചേട്ടനെയും കണ്ടു. ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ ഒരു ഹമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്.
വളരെ ഭംഗിയിൽ അത് ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബർത്ത്ഡേയ്സും കാര്യങ്ങളൊക്കെ വരുവാണ്, ഇവിടെ ഉള്ളവരാണെങ്കിൽ തൃശ്ശൂർ ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും സെലിബ്രേഷനിൽ ഓർഡർ ചെയ്യുക. നല്ല യമ്മി കേക്ക്സ് കിട്ടും. അതായത് എന്ത് ഒരു കേക്ക് സെറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് തരും കേട്ടോ സ്റ്റാൻലി ചേട്ടൻ. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് നമുക്ക്. അങ്ങനെ അതിലൊരാളാണ് സ്റ്റാൻലി ചേട്ടൻ. തോമുൻ്റെ ബർത്ത്ഡേ തൊട്ടുള്ള ഒരു പരിചയമാണ് സ്റ്റാൻലി ചേട്ടനോട്. നല്ല യമ്മി മാംഗോ ആയിരുന്നു കേട്ടോ. മാമ്പഴം ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം എല്ലാവരെയും കൊണ്ട് കുളിപ്പിച്ച് റെഡിയാക്കി കൊടുത്ത് കിടത്തിയിട്ട് താഴെ വന്നു. കാരണം കേക്ക് ഇട്ട് തേച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അവർ. നല്ല രസമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൂമിലെ ട്യൂബ് അടിച്ചു പോയി. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ റൂമിലെ ട്യൂബ് അടിച്ചു പോയി. അപ്പോൾ ഇന്നൊരു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹാപ്പി ഡേ ആയി. ഡിമ്പിളും കൂടെ വന്നപ്പം അതൊന്നും കൂടെ കളർഫുള്ളായി. ആൻസൺ ചേട്ടനെ പതിപോലെ മിസ് ചെയ്തിട്ടോ. ആൻസൺ ചേട്ടനെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നുകൊണ്ടാണ്. അങ്ങനെ അവർ വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ 6 മണിക്ക് ശേഷമാണ് വന്നത്. ഞാൻ പിള്ളേരെയും കൊണ്ട് റൂമിലെത്തോ. ചാക്കോച്ചൻ ഓൾറെഡി അവിടെ ഉറങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ടി വി വെച്ച് കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തി. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടയേർഡാവും. അങ്ങനെ ഒരു ഡേ ആയിരുന്നു കേട്ടോ വന്ന്. പിന്നെ പ്രിൻസ് മൂവി കണ്ടിട്ട് ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് മീൻസ് സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ഇത് ഫീൽ ചെയ്തത് ഞങ്ങൾ ഫേസ് ചെയ്ത പല കാര്യങ്ങളും അത് ദിലീപേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് ഏതാണെന്ന് അറിയാണ്ട് കുറേ പറയുന്നതും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. ഞാൻ ഈയിടെ ഒരു റീൽസ് കണ്ടതാണ്. അതായത് M4ടെക്കും വില്ലേജ് ഫുഡ് കോർട്ടും അങ്ങനെയുള്ളവരൊന്നും ഇതുവരെ ഒരിടത്തും ഒരു നെഗറ്റീവ് വാങ്ങിക്കാത്ത ഒരു വ്ളോഗേഴ്സാണ്. പലരെയും പല രീതിയിലും ആൾക്കാർ പറയാറുണ്ടെങ്കിലും നമ്മുടെ M4ടെക്കിനൊന്നും ഒരു മനുഷ്യനൊന്നും, അതായത് ആള് ജിയോ മച്ചാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യം നോക്കാൻ പോവുക, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ജിയോനെ തോന്നിയിട്ടുള്ളത്. എനിവേ സിനിമ നല്ലൊരു അടിപൊളി പടമാണ്. ദിലീപേട്ടൻ്റെ പഴയ കാലം കംബാക്ക് എന്നൊന്നും പറയത്തില്ല. ആളെവിടെയും പോയിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ ആളെവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ആളുടെ പല സാഹചര്യങ്ങളും കാരണം ആൾക്ക് എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ദിലീപ് എന്നൊരു ആക്ടറിനെ. ആളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അത് എന്താ പറയുക ഒന്നും അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ആളെ നമ്മളങ്ങനെ തേജോവധം ചെയ്യേണ്ട കാര്യമില്ല, കാലം തെളിയിക്കും എന്ന് പറയുന്ന പോലെ അതും ഒരു മനുഷ്യനാണ്. എന്തോരം ഞാൻ കൂടുതലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള മീനാക്ഷിനെയാണ് കേട്ടോ. ആ കുട്ടി എന്തെല്ലാം ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ആസ് ഒരു ടീനേജർ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പഠിച്ച് വളരെ സക്സസ്ഫുള്ളി MBBS എടുത്ത ശരിക്കും ഒരു അച്ചീവർ തന്നെയാണ് മീനാക്ഷിയുടെ. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആ ടൈറ്റിൽ കാർഡും ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. മൊത്തത്തിലൊരു കോമഡിയും ഇമോഷനും ഫാമിലിയും ഒക്കെ ഉള്ളൊരു മൂവിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും ഡോൺചേട്ടനും കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. ആദ്യം കുറേ ചിരിച്ചു. എന്തിനാ ചിരിക്കുക, അതായത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഒരു കോമഡി വരിക. അപ്പം ചിരിക്കുക, സങ്കടം വരണം, ഒരുപാട് നമ്മൾ കണ്ണ് നനയ്ക്കുന്ന കുറേ സീനുകളുണ്ട്. അപ്പം ഇതുവരെ പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണാം. ധ്യാന് ശരിക്കും പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോണ ഒരു റോള് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ആള് അത്ര പ്രസൻസും കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ദിലീപേട്ടൻ്റെ കോസ്റ്റ്യൂം ഒരു രക്ഷയില്ല. ഞാൻ അത് കണ്ടപ്പോൾ തൊട്ട് വിചാരിച്ചിട്ടുണ്ട് ഡോൺചേട്ടൻ അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കളർ കോമ്പോ ഒരു രക്ഷയില്ല. നമ്മുടെ അജറക്കിൻ്റെ ഷർട്ട്സൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഡോൺചേട്ടനോട് പറഞ്ഞു എന്തായാലും 2 ഞാൻ എടുത്ത് തയ്പ്പിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ദിലീപേട്ടൻ ഭയങ്കര സ്ലിമ്മായിട്ട് ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു പുതിയ കഥാപാത്രമാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആളെ എനിക്ക് അതിലേറെ ഇഷ്ടമായി എന്നുള്ളതാണ്. ഭയങ്കര ഒരു ചബി നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വലിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മൂവിക്ക് പോയിട്ട് വന്നിട്ട് അതിൻ്റെ സ്റ്റോറി പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. സോ ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഞാൻ പറയും,
നിങ്ങൾ കണ്ടിരിക്കണം. അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ദിലീപേട്ടൻ്റെ ഒരു ഫാമിലി മൂവി, അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. അപ്പം ദിലീപേട്ടൻ എന്നും വീണ്ടും ഇതുപോലൊരു സക്സസ് ഉണ്ടാവട്ടെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കളിയാക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ മനുഷ്യൻ എന്തോരം നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇത് ഈ പൊട്ടക്കണ്ണന്മാർക്ക് വല്ല അറിയുമെന്നൊക്കെ ഞാൻ സത്യമായിട്ടും ഈ ഇപ്പോഴത്തെ ഒരു 2K കിഡ്സൊക്കെ കളിയാക്കുമ്പോഴേ എന്തോരം നല്ല പടങ്ങൾ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കാലം വരുന്ന ഓരോ പൊല്ലാപ്പുകളിൽ പെട്ടിട്ട് ആ മനുഷ്യൻ അനുഭവിക്കുന്ന ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടാവോ ഇല്ലയോ എന്നൊന്നും എവിടെയും ആർക്കും പ്രൂവണല്ല അല്ലേ. അപ്പോൾ അതുവരെ അത് ഒരു മനുഷ്യൻ തന്നെയാണ്, ബാക്കിയൊക്കെ ദൈവം ഡിസൈഡ് ചെയ്യും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ ഞാനൊരു മനുഷ്യനാണ്, അതൊരു പരിഗണനയിൽ വെച്ച ആളോട് ബിഹേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിവേ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ പണ്ടത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാവ്യേച്ചിനെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലെന്നല്ല, എനിക്കെപ്പോഴും ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, മീനാക്ഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പ്രിൻസ് മൂവി ആരും മിസ് ചെയ്യണ്ട, വേഗം പോയി കണ്ടോളൂ. കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും, ഞങ്ങളായിരിക്കും മേ ബി ലാസ്റ്റ് കാണും. ഇന്ന് അല്ല ഇട ദിവസമാണെങ്കിൽ പോലും തിയേറ്ററിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ കണ്ട് ഡൗൺ ചാനൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. മമ്മിക്കും തുടരും കണ്ടതിനേക്കാളും ഇഷ്ടമായെന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു ഫീല് വരും. പിന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നടക്കണ കാര്യമാണ് ആ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഒരു വൺ ടൈം വാച്ച് മൂവി തന്നെയാണ്. ചിരിക്കാം, കരയാം, ദിലീപേട്ടനെ കാണാം, പഴയ ദിലീപേട്ടനെ കാണാം, അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഒരുപാട് വിഷസ് യൂട്യൂബിലായിക്കോട്ടെ വാട്സപ്പ് ബിസിനസ് മെസ്സേജിലായിക്കോട്ടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധപ്പെട്ടവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ഇതുവരെ ഞാനൊരു ഹാർട്ട് പോലും കൊടുത്തിട്ടില്ല. ഞാൻ കിടക്കാൻ പോകുന്നേരം ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വ്ളോഗായിട്ട് കാണാം. നാളെ ചാക്കോച്ചിന് വാക്സിൻ ഡേ ആണ്. ഇന്നും മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി അത് മിസ്സാക്കാൻ പറ്റില്ല, അതെന്തായാലും പോയി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.